നമസ്കാരം. യോഗേന ചിത്തസ്യ പദേന വാചാം മലം ശരീരസ്യ ച വൈദ്യകേന യോപാകരോത്തം പ്രവരം മുനീനാം പതഞ്ജലിം പ്രാഞ്ജലിരാനതോസ്മിൻ. യോഗ ആരംഭിക്കുമ്പോൾ നമ്മുടെ മനസ്സ് വളരെ കാം ആൻഡ് പോയിസ്ഡ് ആയിരിക്കണം. അതാണ് ഏറ്റവും പ്രധാനം. രണ്ടാമത്, ഈ ശരീരം ഒരു റിജിഡായിട്ടുള്ള വസ്തുവല്ല. പകരം നമ്മളൊരു ജ്ഞാന ചക്ഷുസ് കൊണ്ട് നോക്കുകയാണെങ്കിൽ ഇത് അതിസൂക്ഷ്മ സ്പന്ദനക്കൂട്ടങ്ങൾ മാത്രമാണ്. അതിലൊരു സ്പന്ദനക്കൂട്ടം മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. അതാണ് അന്നമയ കോശം. അതുകൊണ്ട് തന്നെ ഇതെങ്ങനെ വേണമെങ്കിലും നമുക്ക് ഫ്ലെക്സിബിൾ ആണ്. ഇത് പൊട്ടുമെന്നോ അങ്ങനെയുള്ള പേടിയൊന്നും, ഫ്രജയിലാണെന്നുള്ള പേടി ഉണ്ടാവാൻ പാടില്ല. ആ രീതിയിലായിരിക്കണം നമ്മൾ യോഗയെ അപ്രോച്ച് ചെയ്യുന്നത്. അതുപോലെ ശരീരം, മനസ്സ്, ബുദ്ധി, യുക്തി, ശ്വസനം, ബോധം, ഈ 5-6 കാര്യങ്ങളിലാണ് ഒരു താളാത്മകത ഉണ്ടാക്കുന്നത്. റിഥം അല്ലെങ്കിൽ ഒരു ട്യൂൺ, ടോൺ ആൻഡ് ട്യൂൺ ആണ് നമ്മുടെ ശരീരത്തിൽ യോഗ ഉണ്ടാക്കുന്നത് എന്നുള്ള ധാരണ നമുക്ക് ആദ്യം വേണം. ഏറ്റവും പ്രധാനം നമുക്ക് ഏകാഗ്രതയാണ്. ഏകാഗ്രതയ്ക്കുള്ള ഒരു ആസനം നമുക്ക് നോക്കാം. വൃക്ഷാസനം അല്ലെങ്കിൽ ട്രീ പോസ്. ഏകാഗ്രതയ്ക്ക് ഏറ്റവും നല്ലതാണ്. ഏകാഗ്രത മാത്രമല്ല, ബോഡി സ്ട്രെച്ചിങ്ങിനൊക്കെ സഹായിക്കുന്ന ഒരു ആസനമാണ് വൃക്ഷാസനം. അതെങ്ങനെയാണ് ചെയ്യുന്ന നോക്കാം. ആദ്യം നമ്മൾ കാലുകൾ ചേർത്ത് വെച്ച് നിൽക്കുക. അതിനുശേഷം ശ്വാസോച്ഛ്വാസം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇൻ ബ്രീത്ത് ചെയ്യുമ്പോൾ നമ്മുടെ വയറ് വീർക്കണം. ഔട്ട് ബ്രീത്ത് ചെയ്യുമ്പോൾ, എക്സൈൽ ചെയ്യുമ്പോൾ നമ്മുടെ വയറ് ഉള്ളിലോട്ട് പോകണം. അത് ശ്രദ്ധിച്ചത് നമ്മൾ ആദ്യം ശരിയാക്കണം. അപ്പോൾ ആദ്യം ഒന്ന് ബ്രീത്ത് ചെയ്യുക 2-3 പ്രാവശ്യം. ഇൻഹെയിൽ. അതോടൊപ്പം തന്നെ ഇൻഹെയിൽ ചെയ്യുമ്പോൾ നമ്മുടെ സുഷുമ്നയിലൂടെ ബ്രെയിനിലേക്ക് ഒരു വൈദ്യുത കാന്തിക പ്രവാഹം ഉണ്ടാകുന്നതായ ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടാവണം. അതുപോലെ എക്സൈൽ ചെയ്യുമ്പോൾ ഇതുപോലെ ബ്രെയിനിൽ നിന്ന് താഴെ സുഷുമ്നയുടെ അറ്റം വരെ ഒരു പുറത്തേക്കുള്ള ഒരു ഡൗൺവേർഡ് ഡയറക്ഷനിലുള്ള ഒരു വൈദ്യുത കാന്തിക പ്രവാഹം ഉണ്ടാകുന്നതായിട്ടുള്ള ഒരു ഫീലിംഗ് കൂടി നമ്മൾക്ക് ഉണ്ടാക്കണം. അത് ഘട്ടം ഘട്ടമായിട്ട് സാധിക്കും. ആദ്യം സാധിക്കില്ല. ഇപ്പോൾ ഏതായാലും ഒരു 2-3 പ്രാവശ്യം ബ്രീത്ത് ചെയ്യുക.